മകന്റെ സത്യസന്ധതയും ധീരതയും ജീവത്യാഗത്തെയും കുറിച്ച് അച്ഛൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കും. രാധമ്മ കുറച്ചുനാള് കരയും, പിന്നെ രാധമ്മ അത് മറക്കും. പക്ഷെ എനിക്ക് രാജു അങ്ങനെയല്ല. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാ. എന്ന് വെച്ചാ ജീവിതകാലം മുഴുവൻ, എന്റെ ആയുസുള്ളിടത്തോളം കാലം എന്റെ കൂടെ ജീവിക്കേണ്ട മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതം വെച്ച് നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നതേ എനിക്ക് തീരെ സഹിക്കുന്നില്ല. ഇന്നത്തോടെ എനിക്കൊരു തീരുമാനം അറിയണം. രാജുവിനെ ഇനി സാറിന്റെ വീട്ടിലേക്ക് അയക്കാൻ എനിക്ക് സമ്മതമല്ല. സാർ ദയവ് ചെയ്ത് ഇങ്ങനെ രാജുവിന്റെ ജീവിതത്തില് ഇടപെടരുത്. രാജുവിന്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, രാജുവിന്റെ ജോലി എന്താണെന്ന് വെച്ചാ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് തരപ്പെടുത്തിക്കോളാം. മതി രാജുവിന്റെ PA പണി എന്നും പറഞ്ഞോളൂ ഈ അടിമപ്പണി. നിങ്ങൾ പറയുന്ന പോലെയൊന്നും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഇവനെ ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെയോ മകനെ പോലെയോ കണ്ടിട്ടുള്ളൂ. മതിയാക്ക് സാറേ സാറിന്റെ അഭിനയം. രമ്യ, നീ ആരോടെ ഇങ്ങനെ സംസാരിക്കുന്ന? ഞാൻ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് എല്ലാവരുടെയും തലേ കയറാണല്ലോ. സാറിനോട് മാപ്പ് പറയും. ഞാൻ മാപ്പ് കോപ്പ് ഒന്നേ ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാജു, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിയവര് അത് മനസ്സിലാക്കി രാജുവിനോട് പെരുമാറിയ അവർക്ക് കൊള്ളാം. സാറേ, ഇവളുടെ നാക്ക് ശരിയല്ല. ഇവള് പറയുന്നൊന്നും സാറ് കാര്യാക്കണ്ട. സാറ് മാഡത്തെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ല, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഈ കുട്ടി പറഞ്ഞതിനും കാര്യമില്ലേ? എന്ത് കാര്യം സാറേ? ഇവള് പറയുന്നൊന്നും സാർ അങ്ങനെ തലയെ കയറ്റല്ലേ. ഇവളൊരു വിവരമില്ലാത്തവള്.